എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ വിവിധ റിസർവേഷനിലേക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് സ്പെഷ്യൽ റിസർവേഷനുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ്, മെയിൻ റാങ്ക് ലിസ്റ്റ് അല്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക, അതായത് അതിന് നേരെയുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ഡൗൺലോഡ്സിലാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അതായത് സ്പെഷ്യൽ റിസർവേഷൻസിലുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അതായത് NCC കോട്ട, അതുപോലെ തന്നെ ഒരു ഡിപ്പെൻഡൻറ്റ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ കിൽഡ് ഓർ മിസ്സിംഗ് ഡിസേബിൾഡ് ഇൻ ആക്ഷൻ, അതായത് DK കാറ്റഗറി, അതുപോലെ തന്നെ RP കാറ്റഗറി, അതായത് സൺ ഓർ ഡോക്ടർ ഓഫ് പാരാമിലിറ്ററി പേഴ്സണൽ, അതായത് RP. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് സേവിങ് ഡിഫൻസ് പേഴ്സണൽ കോട്ട SD, അതുപോലെ എക്സ് സർവീസ് കോട്ട, അതായത് XS. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇതിൽ ഓരോ കോട്ടയാണ്, അതായത് സ്പെഷ്യൽ റിസർവേഷൻ കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു അത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ്. ജസ്റ്റ് ഈ ഒരു കോട്ടയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. സാധാരണഗതിയിൽ ഈ ഒരു പ്രൊഫഷണൽ റാങ്കിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് മെയിൻ റാങ്ക് ലിസ്റ്റും ഉണ്ടാവാറുള്ളത്. മെയിൻ റാങ്ക് ലിസ്റ്റിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അധികം ഉണ്ടാവാറില്ല. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പെഷ്യൽ റിസർവേഷൻ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സെൽഫ് ഫിനാൻസിൽ മെറിറ്റ് സീറ്റ് ഉണ്ടോ, മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടോ, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ ഗവൺമെൻറ്റിൽ മെറിറ്റ് സീറ്റ് മാത്രമാണ് ഉള്ളത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. അതായത് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെറിറ്റ് സീറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് മെറിറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ് സീറ്റാണ്. അപ്പോൾ അതിനാണ് മെറിറ്റ് സീറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നൽകും, അതാണ് മെറിറ്റ് സീറ്റ്. അപ്പോൾ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ്, അതായത് റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് ഫീസ് കുറവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ ആണെങ്കിൽ അവിടെ മെറിറ്റ് സീറ്റ് ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്. അതായത് ചില സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കും LBS ആണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതായത് എല്ലാ കോളേജിലേക്കല്ല. അതായത് നിങ്ങൾ ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജ് നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ അമല നഴ്സിംഗ് കോളേജ് ആണെങ്കിൽ അത് നിങ്ങൾ AMCS FNCKയിൽ കണ്ടിരുന്നാം. അതിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള പ്രവേശനം നടത്തുന്നത് ഈ ഒരു AMCS FNCK ആണ്. അതേസമയം നിങ്ങൾക്ക് മറ്റ് ചില കോളേജുകൾ ആ ഒരു കോളേജുകളുടെ ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ഈ ഒരു LBS തന്നെയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നൽകാനായിട്ട് നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ, അതായത് നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ട ടൈമിൽ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതായത് ആ ഒരു കോളേജിൻ്റെ പേര്, അതുപോലെ തന്നെ കോളേജിൻ്റെ പേര് എന്താണ്, അതുപോലെ തന്നെ അവിടെ എത്ര സീറ്റ് വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ എത്ര ആണ് അവിടുത്തെ ഫീസ് വരുന്നത്, അതുപോലെ തന്നെ ഈ ഒരു അതായത് ഒരേ കോളേജ് തന്നെ അവിടെയുള്ള സെൽഫ് ഫിനാൻസിൻ്റെ സീറ്റ് ഉണ്ടാകും. അതുപോലെ ആ ഒരു കോളേജിൻ്റെ ടൈപ്പ് എന്താണ്, അതായത് കോളേജ് ടൈപ്പ് സെൽഫ് ഫിനാൻസ് ആണോ ഗവൺമെൻറ് ആണോ എന്നുള്ളത് ഉണ്ടാകും. അതുപോലെ തന്നെ കോളേജിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ടൈപ്പ് എന്താണ് എന്നുണ്ടാകും. അപ്പോൾ സീറ്റ് ടൈപ്പ് എന്നുള്ളത് അത് മെറിറ്റ് ആണോ മാനേജ്മെൻറ്റ് ആണോ എന്നുള്ളതുണ്ടാകും. അത് കറക്റ്റായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു കോളേജിൽ മെറിറ്റും മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ടെങ്കിൽ അത് 2 തവണയായിട്ട് 2 ഓപ്ഷനുകളായിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. ഒന്നിൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും, മറ്റേതിൽ മെറിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. അപ്പോൾ ഗവൺമെൻറ് സീറ്റ് ആണെങ്കിൽ ഈ ഒരു മെറിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും, കോളേജ് ടൈപ്പ് ഗവൺമെൻറ് എന്നുള്ള രീതിയിലും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഓപ്ഷൻ നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന കോളേജ് മെറിറ്റ് സീറ്റിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ വെക്കുന്നത്, അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റിലാണ് ഓപ്ഷൻ വെക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി ഈ ഒരു മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളൊരു SC ST അതുപോലെ തന്നെ OECയിൽ ഫീ റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് കോളേജിലെ മെറിറ്റ് സീറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 1000 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അതേസമയം നിങ്ങൾക്കിപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഇതേ രീതിയിൽ SSC ST അതുപോലെ തന്നെ OECയിൽ ഫീ ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് വെറും 1000 രൂപ മാത്രമാണ്. അത് കോഷൻ ഡെപ്പോസിറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അതേസമയം നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ SSC ST അതുപോലെ OEC വിഭാഗത്തിലുള്ള ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലെ, അതായത് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു വിദ്യാർത്ഥി, അതായത് ഈ ഒരു റിസർവ് ഫീ കൺസെഷൻ ഇല്ലാതെ ഒരു വിദ്യാർത്ഥി അടക്കുന്ന ആ ഒരു സെയിം ഫീസ് നിങ്ങൾ ഈ ഒരു ഫീസ് ഇനത്തിൽ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു വർഷം 1,13,000 രൂപ ഉണ്ട് എങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കുന്ന സമയത്ത് ആകെ 1000 രൂപ മാത്രമാണ് അടക്കേണ്ടതായിട്ട് വരിക. എന്നാൽ അഡ്മിഷൻ എടുക്കാനുള്ള ടൈമിൽ, അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് കോളേജിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയും നിങ്ങൾ ഇത്ര പൈസ, അതായത് ഏകദേശം 1,12,000 രൂപ അടക്കണം എന്നുള്ളത് നിങ്ങളോട് പറയും. അപ്പോൾ അതിനുള്ള കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റ് ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന ആ ഒരു കോഴ്സിൻ്റെ ഓപ്ഷൻ, അതായത് ആ ഒരു സീറ്റ് ടൈപ്പ് മാനേജ്മെൻ്റ് ആണോ അല്ലെങ്കിൽ മെറിറ്റ് സീറ്റ് ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സെൽഫ് ഫിനാൻസിൽ കോളേജ് ടൈപ്പ് സെൽഫ് എന്ന് പറഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ടുണ്ടാകും. അതുപോലെ സീറ്റിൻ്റെ ടൈപ്പ് എന്താണ്, മെറിറ്റ് ആണോ അത് മാനേജ്മെൻ്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ നൽകിയിട്ടുണ്ടാകും. അതുപോലെ NRI കോട്ടയാണെങ്കിൽ NRI സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സെൽഫ് ഫിനാൻസിൽ NRI സീറ്റ് ഉണ്ട്. അപ്പോൾ NRI സീറ്റിലേക്കുള്ള റിസർവേഷൻ വെച്ച വിദ്യാർത്ഥികൾക്ക് ആ ഒരു NRI സീറ്റ് ഓപ്ഷൻ വെക്കുന്ന സമയത്തും ഇതേ രീതിയിലാണ് ഫീസ് വരിക. അതായത് NRI സീറ്റിലേക്ക് ഏകദേശം വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1,00,000 ഏകദേശം 35,000 രൂപയാണ് ഫീസ് ഇനത്തിൽ ഈ ഒരു NRI സീറ്റിലേക്ക് വരുന്നത്. അതായത് ഏകദേശം ഒരു 25,000-30,000 രൂപ NRI സീറ്റിൽ ഫീസ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെറിറ്റ് സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ഫീ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഫീ കൺസെഷൻ മാനേജ്മെൻറ്റ് സീറ്റിൽ കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ചില കോളേജിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. അപ്പോൾ NOC സർട്ടിഫിക്കറ്റ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയാൽ കൊള്ളാമെന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആദ്യം സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിൽ അല്ലെങ്കിൽ മെറിറ്റ് സീറ്റിലാണ് കിട്ടിയതെങ്കിൽ പല വിദ്യാർത്ഥികളും ആ ഒരു കോളേജിൽ നിന്നും മറ്റൊരു കോളേജിലേക്ക് മാറാനായിട്ട് വാങ്ങിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സർട്ടിഫിക്കറ്റാണ് NOC എന്ന് പറയുന്നത്. NOC എന്ന് പറഞ്ഞാൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയും അവിടെ ഫീസ് അടച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അഡ്മിഷൻ എടുത്ത കോളേജിൽ നിങ്ങൾ അടച്ച ഫീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ തിരിച്ചു തരും എന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് ഈ ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് ചില കോളേജുകൾ നൽകാറില്ല. അത് അഡ്മിഷൻ സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ചോദിച്ച് NOC സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ചില മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു ടി സി അല്ല നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് തരും. അതേസമയം മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ സാധാരണ ചില കോളേജുകളിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്ത അപേക്ഷകൾ പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുകയും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾ അഡ്മിഷൻ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതുപോലെ ഏതൊരു കോളേജിൽ നഴ്സിംഗ് കിട്ടിയാലും പഠിക്കുമെന്ന് കരുതുന്ന, അതായത് അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏത് കോളേജിലേക്കും ഓപ്ഷൻ വെക്കാം. അതായത് മാനേജ്മെൻറ്റായാലും മെറിറ്റ് സീറ്റിലേക്കാളും അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിലേക്കായാലും നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. കാരണം ഈ ഒരു ഫീസിലുള്ള വ്യത്യാസം മാത്രമാണ് ഇതിൽ ഉള്ളത്. അതായത് മെറിറ്റിൽ മാനേജ്മെൻറ്റ് സീറ്റുള്ളത്. അതുപോലെ തന്നെ NOC സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു NOC സർട്ടിഫിക്കറ്റ് തരണോ വേണ്ടോ എന്നുള്ളത് കോളേജിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ NOC സർട്ടിഫിക്കറ്റ് പറയുന്നത്. അതുപോലെ ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഇല്ല. കാരണം ഗവൺമെൻറ് സീറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ആ ഒരു കോളേജിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ NOC സർട്ടിഫിക്കറ്റ് ആ ഒരു സമയത്ത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ പങ്കെടുക്കാനായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ കാര്യത്തിൽ ഈ ഒരു രീതിയിൽ സർട്ടിഫിക്കറ്റും ഫീസും തിരിച്ചു തരാതിരിക്കുന്നത് കൊണ്ടാണ് NOC സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നും തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ഒരു നിലവിൽ അഡ്മിഷൻ നേടുന്ന ആ ഒരു കോളേജിൽ നിന്നും നിങ്ങൾ ആ ഒരു NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഏതൊരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ പഠിക്കുമെന്ന് തോന്നുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് ഏകദേശം അടുത്ത ആഴ്ചയോടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് എത്ര രൂപയാണ് നിങ്ങൾക്ക് ഒരു വർഷം ഫീസ് വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫീസ് ആനുകൂല്യമുള്ള ഒരു വിദ്യാർത്ഥിയാണ് SC ST OECയിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആകെ 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കും വരുന്ന കോമൺ ഫീസായിട്ടാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ ആണെങ്കിൽ ഏകദേശം 23,170 രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. അതായത് 23,170 രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലാണെങ്കിൽ 1,13,000 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെൽഫ് ഫിനാൻസിൽ പിന്നീട് 2ാം വർഷം മുതൽ നിങ്ങൾക്ക് 1,02,000 രൂപയാണ് ഫീസ് വരിക. ഇതിനോടൊപ്പം നിങ്ങളുടെ എക്സ്ട്രാ യൂണിഫോം, അതുപോലെ ബുക്ക്, അതുപോലെ ട്രാവലിംഗ്, അതുപോലെയുള്ള മറ്റ് എക്സ്പെൻസ്, അതായത് ഹോസ്റ്റൽ ഫീസ്, ഇതുപോലുള്ള ഫീസുകളൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ